ഭയങ്കര സ്പീഡിലാണല്ലോ വണ്ടി പോകുന്നത്. ഒരു 80 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. 80 90 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് വണ്ടി. 80-45 ഫുൾ നമ്പർ അറിയാൻ സാധിച്ചില്ല. ഇത്തരം വണ്ടികളാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് മഴക്കാലത്ത്. എല്ലാവരും കൊണ്ട് ആശുപത്രിയിലേക്ക് എമർജൻസി കൊണ്ടുപോകണമെങ്കിൽ പോകണമെങ്കിൽ കുഴപ്പമില്ല. എൺപത് 90 കിലോമീറ്റർ കാര്യം ബെൻസും BMW ഒക്കെ കയറി പോകും ഈ റോഡിൽ. പക്ഷേ നമ്മുടെ റോഡിൽ അതിനുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന റോഡല്ല. ഇതൊരു 40-70 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പാകത്തിൽ ഡിസൈൻ ചെയ്തേക്കുന്ന റോഡാണ് നമ്മുടെ റോഡുകളൊക്കെ. അതിന് മേലോട്ടുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ ശരിയാണ്, അത് 80 മേലെ സ്പീഡിൽ പോകാം. അതായത് 2 ലൈനിൽ പറ്റുക. 2 ലൈൻ ഓപ്പോസിറ്റ് വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നാഷണൽ ഹൈവേ എറണാകുളം മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ അവിടെ 80 കിലോമീറ്റർ ഓടാം. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർ ആദ്യം സ്ഥാപിച്ച ബോർഡിൻ്റെ കൂടെ പുതിയൊരു ബോർഡ് ഇങ്ങനെ സ്ഥാപിച്ചു. ഞാൻ അവിടെ വണ്ടി തിരിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ കടയിപ്പ് സ്കൂളുകാർ രണ്ടാമത്തെ പണ്ടൊരു സ്കൂൾ ബോർഡ് 2 ഉണ്ട്. അതുകൂടാതെ 3ാമത് ഒരെണ്ണം സ്ഥാപിച്ചു. നമ്മൾ ആ വണ്ടി തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് സെൻറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ കൂടെ വണ്ടി തിരിക്കുക എന്നുള്ള പർപ്പസ്. അപ്പോൾ 3 സ്കൂൾ ബോർഡ് കണ്ടില്ല. 1, 2, 3. 3ാമത്തെ സ്കൂൾ ബോർഡ് പുതിയതായിട്ട് വന്ന അത് അവിടെയായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ തിരിച്ച് അവിടെ റിവേഴ്സ് എടുക്കുക. ഇതിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇച്ചിരി അങ്ങ് പോയിട്ട് അടുത്ത വീടിൻ്റെ അവിടെ ഇട്ട് റിവേഴ്സ് എടുത്തുകൊണ്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ നമുക്ക് റിവേഴ്സ് എടുക്കാം. അവിടെ അങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് നേരെ വന്ന് അങ്ങോട്ട് ഓടിച്ച് കയറ്റിയിട്ട് അവിടെ റിവേഴ്സ് എടുത്താൽ മതിയാണ്. അല്ല, ഇപ്പം ഒരു കണക്കിന് അത് മെച്ചമാണ്. കാരണം ഇപ്പം നമ്മൾ സ്കൂളിലെ കോമ്പൗണ്ടിലേക്ക് കയറണില്ല, നമ്മൾ പിഴപ്പുള്ളിയിലേക്ക് പോകണം. മോൻ ഇങ്ങോട്ട് വന്നാൽ കയറണേ. അപ്പോൾ പിഴപ്പുള്ളി റോഡിൽ നിന്ന് മോനെ വിളിക്കണം പോകണം. സ്കൂളുമായിട്ടൊരു ബന്ധമില്ല. അങ്ങോട്ട് പോകുമ്പോഴും പിഴപ്പുള്ളി റോഡിൽ ഇറക്കി, രാവിലെയും പിഴപ്പുള്ളി റോഡിൽ ഇറക്കി വിടണം, വൈകുന്നേരം പിഴപ്പുള്ളി റോഡിന് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകണം. എന്ത് പറ്റി?